എല്ലാവർക്കും നമസ്കാരം. മില്യൺ ബിസിനസ് ചാനലിലെ സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ചത്തെ നമുക്ക് മാർക്കറ്റിൻ്റെ സമ്മറി റിപ്പോർട്ട് നോക്കാം. ഈ ആഴ്ച നിഫ്റ്റി നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,175 84 പോയിൻറ്റ്സിന് കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 57,496 13 പോയിൻറ്റ്സിന് കുറവുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 64,069 ക്ലോസ് ചെയ്തപ്പോൾ 34 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ് 20,080 ക്ലോസ് ചെയ്തിരിക്കുന്നത് 39 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 77,264 330 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. അടുത്ത ഈ ആഴ്ച സമ്മറി നോക്കിക്കഴിഞ്ഞാൽ, അതായത് കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസിംഗ് മുതൽ ഈ ഫ്രൈഡേ ക്ലോസിംഗ് മുതൽ വരെയുള്ള സമ്മറി ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത്. ഈ ആഴ്ച നിഫ്റ്റി 50 76 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 0.31% ഫോളോ നടത്തി. നിഫ്റ്റി ബാങ്ക് 265 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 0.46% ഫോളോ കണ്ടു. നിഫ്റ്റി മിഡ് ക്യാപ് 333 പോയിൻറ്റ്സിൻ്റെ റാലി നടത്തി, 0.52% ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ് 102 പോയിൻറ്റ്സ് ഉയർന്ന് 0.51% റാലി നടത്തി. എന്നാൽ സെൻസെക്സ് 276 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഈ ആഴ്ച കാണാൻ സാധിച്ചത്, 0.36% ഫോളോ നടത്തി. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,219 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 24,334 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 24,207 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 24,090 ക്ലോസ് ചെയ്തു. ഫ്രൈഡേ 24,175 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച ആകെ 0.31% ഫോളോ ആണ് കാണാൻ സാധിച്ചത് നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി. ഇന്ന് 24,174 നിൽക്കുമ്പോൾ 7.48% ലോസാണ് ഈ വർഷം നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ലാസ്റ്റ് 12 മന്ത്സിന് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റ് 31 24,426, അതായത് 2025 ഓഗസ്റ്റ് 31 24,426 നിഫ്റ്റി. ഇന്ന് 24,175 നിൽക്കുമ്പോൾ 1.03% ലോസാണ് കഴിഞ്ഞ 12 മാസം നിഫ്റ്റി 50 നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെക്ടർ വൈസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസിംഗ് മുതൽ ഈ ഫ്രൈഡേ ക്ലോസിംഗ് വരെ എല്ലാ വീക്ക്ലി സമ്മറിയാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി IT, നിഫ്റ്റി മെറ്റൽ ആൻഡ് നിഫ്റ്റി ഫാർമ എന്നീ സെക്ടേഴ്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ 272 പോയിൻറ്റ്സിൻ്റെ കുറവ് ഈ ആഴ്ച ഉണ്ടായി, 0.94% ഫോളോ കണ്ടു. നിഫ്റ്റി എനർജി 248 പോയിൻറ്റ്സ് കുറഞ്ഞ് 0.65% ഫോളോ കണ്ടു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 25 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി, 0.10% റാലി നടത്തി. നിഫ്റ്റി FMCG 695 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 1.46% ഫോളോ കണ്ടു. നിഫ്റ്റി ഹെൽത്ത് കെയർ 374 പോയിൻറ്റ്സ് ഉയർന്ന് 2.28% റാലി നടത്തി. നിഫ്റ്റി ഇൻഫ്ര 120 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 1.28% ഫോളോ കണ്ടു. നിഫ്റ്റി IT 749 പോയിൻറ്റ്സ് ഉയർന്ന് 2.45% റാലി നടത്തി. നിഫ്റ്റി മീഡിയ 9 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 0.61% ഫോളോ കണ്ടു. നിഫ്റ്റി മെറ്റൽ 352 പോയിൻറ്റ്സ് ഉയർന്ന് 2.68% റാലി നടത്തി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 115 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 1.03% ഫോളോ കണ്ടു. നിഫ്റ്റി ഫാർമ 632 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി, 2.40% റാലി നടത്തി. നിഫ്റ്റി PSU ബാങ്ക് 15 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 0.18% ഫോളോ കണ്ടു. നിഫ്റ്റി റിയാലിറ്റി 2.75 പോയിൻറ്റ്സ് കുറഞ്ഞ് 0.30% ഫോളോ ആണ് ഈ ആഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ആഴ്ചത്തെ DIA-FA ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIAയുടെ ഭാഗത്തു നിന്ന് ഈ ആഴ്ച എല്ലാ ദിവസവും അവർ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ആകെ 19,309 കോടിയുടെ നെറ്റ് ബൈയിങ് ആയിരുന്നു DIAയുടെ ഭാഗത്തു നിന്നുണ്ടായത്. FAയുടെ ഭാഗത്തു നിന്ന് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്നീ ദിവസങ്ങൾ അവർ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ തേഴ്സ്ഡേയും ഫ്രൈഡേയും നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഈ ആഴ്ച ആകെ
എഫ് ഐയുടെ ഭാഗത്തു നിന്ന് 2060 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് നടന്നത്. ഇതാണ് ഈ ആഴ്ചത്തെ പ്രധാനമായിട്ടുള്ള വീക്ക്ലി സമ്മറി ഡീറ്റെയിൽസ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി അടുത്ത ആഴ്ച കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു. ബൈ ഓൾ.